2004 VM വിനുവിൻ്റെ സംവിധാനത്തിൽ റിലീസായ സിനിമയാണ് മയിലാട്ടം. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജയറാം, ജഗതി, രംഭ, ഇന്ദ്രജ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സായികുമാർ, അഗസ്റ്റിൻ എന്നിവരൊക്കെയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവൻ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ കർഷകൻ ഒരു ഗുണ്ടയുമായുള്ള പ്രശ്നത്തിൽ അകപ്പെട്ട് അദ്ദേഹം നാട് വിടുകയും തമിഴ്നാട്ടിൽ പോവുകയും അവിടുന്ന് പഴനി എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. അയാളുമായിട്ടുള്ള രൂപസാദൃശ്യത്തിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നാട് മാറിപ്പോകുന്നതൊക്കെയാണ് സിനിമ. ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ. ഒരു ക്ലീഷേ സ്റ്റോറിയാണ്, പക്ഷേ അത്യാവശ്യം രസകരമായി തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജയറാമേട്ടൻ ചെയ്ത ഡബിൾ ആക്ഷനിൽ ദേവൻ, പഴനി രണ്ട് ധ്രുവങ്ങളിൽപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അത് ജയറാമേട്ടൻ വേറെ ലെവലായി തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ പഴനി എന്ന് പറഞ്ഞ കഥാപാത്രം വേറെ ലെവലാണ്. കാരണം ഒരു ഹീറോ ആൻഡ് ആൻറ്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറാണ്, വില്ലൻ തന്നെ വേറെ ലെവലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ. പിന്നെ ഈ സിനിമയിൽ നല്ല കോമഡികളുണ്ട്, അത്യാവശ്യം നല്ല കിടിലൻ സോങ്സ് ഉണ്ട്. ഇതിൽ ഒരുവിധപ്പെട്ട പാട്ടൊക്കെ ഹിറ്റായിരുന്നു ആ ടൈമിൽ. ഞാനൊക്കെ ഒരുപാട് തവണ റേഡിയോയിലും അതുപോലെ തന്നെ ഇതിൻ്റെ കാസറ്റ് പണ്ട് VCD ഇറങ്ങുമായിരുന്നു ഈ സോങ്സിൻ്റെ. ഈ സിനിമയുടെ കാസറ്റൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു ഇതിലെ പാട്ടുകളൊക്കെ. ഇതിലെ മാട്ടുപെട്ടി കോവിലെന്ന് പറഞ്ഞ സോങ്ങൊക്കെ ഇപ്പോഴും നമ്മളെ പ്ലേലിസ്റ്റിൽ കിടക്കുന്ന പാട്ടാണ്, വേറെ ലെവലാണ്. അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട്, നല്ല കോമഡികളുണ്ട് ഈ സിനിമയിൽ. എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു ഫാമിലി ഡ്രാമയാണിത്. പിന്നെ ഈ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ കുറച്ച് സെൻറ്റിമെൻറ്റ്സും പിന്നെ ഒരു ചെറിയ ത്രില്ലിംഗ് എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം രസമാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഇമോഷണലി നന്നായി കണക്റ്റ് ആയി കിട്ടും. ജയറാമേട്ടൻ്റെ തുടർ പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടിയൊരു നല്ല വിജയമായിരുന്നു. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. വീണ്ടും പരാജയങ്ങൾ വന്നു, വീണ്ടും ഡൗൺ ആയി. ഇപ്പോൾ ഇതൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പടങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക.